സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് എങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ OSA അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് മുതൽ തൊണ്ട വരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതിനെയാണ് OSA എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസം നിലച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് പതുക്കെ കുറഞ്ഞു തുടങ്ങി ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഈ പേഷ്യൻ്റ് ഉറക്കത്തിൽ കിടന്നൊന്ന് റെസ്റ്റ്ലെസ് ആവും. ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ ഒബ്സ്ട്രക്ഷൻ ഒന്ന് കുറയും. അതോടുകൂടി പേഷ്യൻ്റ് വീണ്ടും കംഫർട്ടബിളായിട്ട് ഉറങ്ങിത്തുടങ്ങും. ഇതിങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റ് അറിയണമെന്നില്ല ഈ പേഷ്യൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്നുണ്ട്, പേഷ്യൻ്റ് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്നുണ്ട് എന്നുള്ളതൊന്നും പേഷ്യൻ്റ് അറിയണമെന്നില്ല. പിന്നെ ഒരു OSAയിലൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത്, അതായത് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പാരൻസോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ റൂംമേറ്റ്സോ ഒക്കെ അവരോടാണ് നമ്മൾ മെയിനായിട്ട് ഹിസ്റ്ററി ചോദിക്കുക. ഇങ്ങനെ പേഷ്യൻ്റ് ഇടയ്ക്ക് എണീക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്രീത്തിങ് നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്താണ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഈ പറഞ്ഞ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റ്. സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തത് പേഷ്യൻ്റ് ഉറങ്ങുന്ന നേരത്ത് നമ്മൾ ECG, EEG, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, സാച്ചുറേഷൻ, നമ്മുടെ ബ്രീത്തിങ് നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് അതൊക്കെ ചെക്ക് ചെയ്യുന്ന സെൻസേഴ്സൊക്കെ പിടിപ്പിച്ച് നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡിക്ക് 4 ലെവൽസ് ഓഫ് സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ ലെവൽ 1 നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്ന സ്ലീപ്പ് സ്റ്റഡിയാണ്. 2, 3, 4 നമ്മൾ സാധാരണ വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 4th ലെവൽ ഓഫ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാച്ചുറേഷനും ഹാർട്ട് റേറ്റും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ സ്മാർട്ട് വാച്ചുകളിലെല്ലാം നമുക്ക് സാച്ചുറേഷനും ഹാർട്ട് റേറ്റും ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്ത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിൻ്റെ ആപ്പിൽ നമുക്കൊരു ഇതുപോലെയുള്ളൊരു ഗ്രാഫ് ഫോം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാച്ചുറേഷൻ എത്രയാണ്, അതിൻ്റെ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കറിയേണ്ടത് ഓക്സിജൻ ഡീസാച്ചുറേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അപ്പോൾ ഓക്സിജൻ ഡീസാച്ചുറേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് 4-5% കൂടുതൽ കുറയുന്നുണ്ടോ, അത് 10 സെക്കൻഡിൽ കൂടുതൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓക്സിജൻ ഡീസാച്ചുറേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ODI അല്ലെങ്കിൽ ഈ ഓക്സിജൻ ഡീസാച്ചുറേഷൻ ഇൻഡെക്സ് നോക്കിയിട്ട് അത് 5-ൽ കൂടുതലുണ്ടെങ്കിൽ അത് മൈൽഡ് OSA എന്നും, 15-ൽ കൂടുതലുണ്ടെങ്കിൽ അത് മോഡറേറ്റ് OSA എന്നും, ഒരു മണിക്കൂറിൽ 30-ൽ കൂടുതലുണ്ടെങ്കിൽ അത് സിവിയർ OSA എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ലെവൽ 1 സ്ലീപ്പ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് യൂഷ്വലി നമ്മൾ OSAനെ ഗ്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുക.